ഒരിക്കൽ ഒരു തേനീച്ച പുറത്തുപോയി. ഈ സമയം നോക്കി തേനീച്ചയുടെ തേൻ അപഹരിക്കുകയുണ്ടായി. തേനീച്ച സമാഹരിച്ച തേൻ എന്ത് ചെയ്തു? അപഹരിച്ചു കൊണ്ടുപോയി. ആരോ അപഹരിച്ചു കൊണ്ടുപോയി. തേനീച്ച മടങ്ങി വന്നപ്പോൾ കണ്ടത് താൻ സമാഹരിച്ച തേൻ ആരോ അപഹരിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. തേനീച്ചയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. തേനീച്ച കരയുവാൻ തുടങ്ങി. തേനീച്ചയുടെ കരച്ചിൽ കണ്ടു ഉറുമ്പ് കാണുകയോ. തേനീച്ച കരയുന്ന ആര് കണ്ടു? ഉറുമ്പ് കാണുകയുണ്ടായി. ഉറുമ്പ് തേനീച്ച എടുത്തു വന്നു. തേനീച്ചയെ സമാധാനിപ്പിക്കുകയാണ്. തേനീച്ചയോട് കാര്യം തിരക്കി. അല്ലയോ തേനീച്ചയെ, നീ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത്? തേനീച്ച പറഞ്ഞു, അല്ലയോ ഉറുമ്പേ, ഞാൻ സമാഹരിച്ച തേൻ മുഴുവൻ ആരോ അപഹരിച്ചു കൊണ്ടുപോയി. ഇത് കേട്ട് ഉറുമ്പ് തേനീച്ചയോട് പറയുകയാണ്, അല്ലയോ തേനീച്ചയെ, നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ സമാഹരിച്ച തേനാണ് അവർ കവർന്നു കൊണ്ടുപോയത്. നീ സമാഹരിച്ച തേൻ മാത്രമേ അവർക്ക് കവർന്നു കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. തേൻ ഉണ്ടാക്കുവാനുള്ള നിന്റെ കഴിവിനെ അവർക്ക് കവർന്നു കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നീ സമാധാനപ്പെട്ടാലും എന്ന് ഉറുമ്പ് തേനീച്ചയോട് പറയുകയാണ്. പക്ഷെ പറഞ്ഞത് ശരിയാണ്. തേനീച്ചയുടെ തേനുണ്ടാക്കാനുള്ള കഴിവിനെ ആർക്കും മോഷ്ടിക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ആർക്കും അപഹരിക്കുവാൻ കഴിയില്ല. അതുപോലെയാണ് നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്ന കഴിവിനെ, അല്ലെങ്കിൽ നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്ന അറിവിനെ മോഷ്ടിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് ഈശ്വരൻ ഈ സത്യപ്രപഞ്ചം നൽകിയിരുന്ന കഴിവുകൾ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ നേടിയ അറിവുകൾ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ സമാഹരിച്ച പണം ചിലപ്പോൾ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാം, അത് വേറെ കാര്യം. പക്ഷേ നമ്മളുടെ അറിവുകൾ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ലെന്നാണ്. മോഷ്ടിക്കാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ, എന്താണ്? നമ്മളുടെ അറിവാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വായത്തമാക്കിയ അറിവുകൾ ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണെന്ത്? അറിവാകുന്ന പ്രകാശം. കേട്ടോ, ഓർത്തു ചൊല്ലുക. അറിവാകുന്ന പ്രകാശത്താൽ അജ്ഞതയാകുന്ന അന്ധകാരം ഇല്ലാതായിത്തീരുന്നു എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഏതാണ്? അത് അറിവിൻ്റെ ദാനമാണ്. കേട്ടോ, നമ്മളൊക്കെ പറയും അന്നദാനമാണെന്നൊക്കെ പറയും. അന്നദാനം മഹദ്ദാനങ്ങളിൽ ഒന്നാണ്. ഞാൻ അല്ലെന്ന് പറയുന്നില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ ദാനം എന്താണ്? അറിവിൻ്റെ ദാനമാണ്. കേട്ടോ, അറിവിൻ്റെ ദാനമാണ്. ജീവിതത്തിൽ നല്ലത് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതെന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മകളും എന്തായിട്ട് മാറും? നാളെ ഒരു സമയത്ത് നമുക്ക് അനുഗ്രഹങ്ങളായി മാറും, അല്ലെങ്കിൽ 10 മടങ്ങ് നന്മകളായി നമ്മെ തേടിയെത്തുമെന്നാണ്. കേട്ടോ, അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കും, ഒന്നിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശ പാടില്ല. ജീവിതത്തിൽ ആത്മധൈര്യത്തോടെ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ആത്മധൈര്യത്തോടെ, സദ്ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. എന്ത് ചെയ്യും? ജീവിതത്തിൽ വിജയം കാണുക തന്നെ ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കിണറൊക്കെ കുഴിക്കുന്നവരെ കണ്ടില്ലേ? കിണർ കുഴിക്കുന്നവരൊക്കെ കൊച്ചൊക്കെ കുഴിച്ചാലും വെള്ളം കാണത്തില്ല. എന്തു ചെയ്യും? പിന്നെയും കുഴിയും. ഒടുവിൽ എന്ത് ചെയ്യും? വെള്ളം കാണും, വെള്ളത്തിൻ്റെ ഉറവ കാണും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. എന്ത് ചെയ്യും? ഒടുവിൽ വിജയം കാണുക തന്നെ ചെയ്യും.